ഹായ് ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോകുന്നത് മണ്ണാർക്കാടുള്ള ഒരു അമ്പലത്തേക്കാണ്. മണ്ണാർക്കാട് ഏകദേശം ഒരു 3000 വർഷത്തോളം പഴക്കമുള്ളൊരു അമ്പലമുണ്ട്. അത് കോങ്ങാട് പ്ലാപ്പറ്റ ഭാഗത്താണ് കേട്ടോ ഈ അമ്പലം വരുന്നത്. മോക്ഷ ശിവക്ഷേത്രമാണ്. അവിടേക്കാണ് പോയിട്ടുള്ളത്. ഞങ്ങൾ അവിടെ 2ാമത്തെ തവണയാണ് വരുന്നത്. ആദ്യത്തെ തവണ ആശാൻ്റെ പിറന്നാളിന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനും അമ്മയും പിന്നെ എൻ്റെ അമ്മയച്ഛനും സായ്മോനും പിന്നെ ഞങ്ങളുടെ നൈബറായ ലതിഞ്ചി ഹസ്ബൻഡൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൊണ്ടൊന്നും വരാനുള്ള കാരണം പ്രത്യേകിച്ച് വിശേഷ ദിവസമായിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഫാമിലിയായിട്ട് അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ കുറേ ആയി ഇങ്ങനെ പോയിട്ട് എല്ലാവരുമായിട്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നക്ഷത്രവനമുണ്ട് കേട്ടോ. നമ്മളുടെ ഓരോ നക്ഷത്രത്തിൻ്റെ ചെടികളും മരങ്ങളും ഇവിടെ ഉണ്ട്. ആ മരങ്ങളിൽ നമ്മൾ ഒരു വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് വഴിപാടൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ ഉള്ളിൽ കയറി തൊഴുതു. ഇവിടെ പ്രതിഷ്ഠ വരുന്നത് ശിവനാണ്. പിന്നെ ശിവപാർവതി പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ അവിടെ നിന്നൊക്കെ തൊഴുത് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് നിറയെ വവ്വാലുകൾ തൂങ്ങി നിൽക്കുന്നത് കാണാം കേട്ടോ. അത് മോശം കിട്ടാത്ത ആത്മാക്കളാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എനിക്കറിയണത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് അറിയണതല്ലാതെ വേറെ ഇതിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഈ അമ്പലത്തിൽ ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ 2 സൈഡിൽ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ പന്തൽ പോലെ നിൽക്കുന്നുണ്ട്. നമ്പ്യാർ വട്ടത്തിൻ്റെയാണ് തോന്നുന്നു എനിക്ക്. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് സായ്മോൻ. രാജേട്ടനും സായ്മോൻ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വരുന്നുണ്ട്. ഞാനും അമ്മയും കൂടെ പ്രദക്ഷിണമൊക്കെ ചെയ്ത് ഫ്രണ്ടിലെത്തിയ സമയത്താണ് അറിയുന്നത് അവിടെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ഞായറാഴ്ചയാണ് ഇത് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. അന്ന് അവിടെ കൊടുത്തിരുന്നത് ഇഡ്ഡലിയും സാമ്പാറും അതേപോലെ ചുക്ക് കാപ്പിയാണ് കേട്ടോ. 8:30 ശേഷം അവരിത് കൊടുക്കാൻ തുടങ്ങുള്ളൂ. പിന്നെ അത്യാവശ്യം ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ നക്ഷത്രവനത്തിൽ കയറണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടില്ല, മറന്നുപോയി. ഇനി എന്തായാലും അടുത്ത വരെ കയറണം. അത്രയുള്ളൂ കേട്ടോ. വീഡിയോ ബൈ.